ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ എലോൺ ഹിയർ. ഓക്കെ ഗായ്സ്, അപ്പോൾ കുറേ നാളുകൊണ്ട് സർവൈവൽ ഐലൻഡിൻ്റെ വീഡിയോ ഒന്നും വന്നില്ല. അപ്പോൾ വരാത്തത് ഞാൻ സർവൈവൽ ഐലൻഡ് നല്ല രീതിയിൽ ഗ്രൈൻഡ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഒരു മൂന്ന് ഡയമണ്ടൊക്കെ കിട്ടി, പിക്കാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതൊന്നും റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റിയില്ല. പിന്നെ ഐലൻഡൊക്കെ കുറേ മാറ്റങ്ങൾ കാര്യങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ അതൊന്നുമല്ല ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് പ്രോഗ്രസ് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് നമ്മളെന്തായാലും നെതറിൽ പോകാൻ പോവാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ആ ചെസ്റ്റിൽ നിന്ന് കുറച്ച് അയൺ കാര്യങ്ങൾ എടുത്തിട്ട് ഒരു ബക്കറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് നമുക്ക് താഴോട്ട് കേവിൻ്റെ അകത്തോട്ടൊക്കെ പോകണം. ഓക്കെ, എനിക്ക് ട്രൈഡൻ്റ് കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ റൗണ്ടിനൊക്കെ ഒന്നപ്പോൾ കിട്ടിയതാണ്. 8 അയൺ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതിന് 3 നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി അങ്ങ് തിരിച്ചു വയ്ക്കണം. ഒരു ബക്കറ്റ് കാര്യങ്ങൾ ഉണ്ടാക്കി നമുക്കെന്തായാലും ഈ ബാക്കി തന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും ഇനി ഈ ബക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്യണം. വെള്ളം ഫില്ല് ചെയ്തുകൊണ്ട് നമുക്കെന്തായാലും അത് അവിടെ ഞാൻ ഈ ഡയമണ്ട് എടുക്കാൻ പോയപ്പോൾ ഒരു മൈൻ കാര്യങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ആ മൈൻ വഴി നമുക്കെന്തായാലും ഇനി അങ്ങ് താഴോട്ട് പോവാം. അപ്പോൾ ഈ ട്രാപ്പ് ഡോർ കാര്യങ്ങൾ അടച്ചിട്ട് നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലാവ ഫുൾ അങ്ങ് ഒബ്സിഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതങ്ങ് പൊട്ടിച്ച് കെടുത്തേക്കാം കയ്യിലോട്ട്. നെതറിൽ കയറിയിട്ട് എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ നമ്മൾ കുറേ തവണ ചാവും, ചിലപ്പോൾ ഒരു തവണ പോലും ചാവില്ല. അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ വാല്യബിൾ ആയിട്ടുള്ള സാധനം ഒന്ന് കൊണ്ടുപോകണ്ട. എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. നമുക്കെന്തായാലും ഈ ഒബ്സിഡിയന് പൊട്ടിക്കണം, അതാണ് നല്ല പാട്. ഒരു കാലത്തും പൊട്ടാത്ത സാധനം. ഓക്കെ, ഇപ്പോൾ ഞാൻ അവിടെ വെള്ളം വീഴ്ത്തി വെച്ചുകൊണ്ട് എൻ്റെ ഒബ്സിഡിയൻ പോയില്ല. ആർമറൊന്നും നേട്ടിട്ടില്ല. ഇൻട്രോ എടുക്കണേൻ്റെ ഇതിൽ ആർമർ ഊരി കയ്യിൽ വെച്ചിരിക്കുന്നു. ഇപ്പോൾ വല്ലതൊക്കെ വന്നിരുന്നെങ്കിൽ തീർന്നേനെ. എന്തായാലും നമുക്കിനി ബാക്കി ഒബ്സിഡിയൻ കൂടെ പൊട്ടിക്കുക. ഒരു 14, 13 ആ ഒരു ഇത് എത്തുമ്പോൾ നമുക്ക് പോവാം. പിന്നെ നമുക്ക് മറ്റേ എന്താണ് എൻചാൻമെൻറ്റ് ടേബിൾ ഉണ്ടാകാൻ ഒബ്സിഡിയൻ്റെ ആവശ്യമുണ്ട്. നമുക്കെന്തായാലും അതെല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒബ്സിഡിയൻ കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. 14 കിട്ടി. അപ്പോൾ നല്ല ടൈം എടുത്തു കേട്ടോ. നമ്മളതിൽ നോർമൽ ഡയമണ്ട് പിക്കാക്സ് വെച്ചാണ് നമ്മൾ പൊട്ടിച്ചത്. അതുകൊണ്ട് നല്ല ടൈം എടുത്തു. എന്തായാലും ഇപ്പോൾ നമ്മൾ ചാടി ചാടി മുകളിലോട്ട് പോവുകയാണ്. ഇനി നമുക്ക് എന്തായാലും മുകളിൽ ഐലൻഡിൽ കാര്യങ്ങൾ എത്തിയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങനെ മുകളിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി എന്തായാലും പോർട്ടൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അതിനായിട്ട് ഞാനൊരു 14 ഒബ്സിഡിയൻ കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെ പോർട്ടൽ കാര്യങ്ങൾ കംപ്ലീറ്റ് ആണ്. ശരിയാണോ നോക്കാം. ഓക്കെ, ശരിയാണ്, കറക്റ്റാണ്. പിന്നെ പോർട്ടലിനൊക്കെ ആയിട്ട് നമ്മൾ സെറ്റായിട്ടുള്ളൊരു ബിൽഡ് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം നമുക്ക് എങ്ങനെയും എൻഡർ ഡ്രാഗണെ കൊല്ലണമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ഇതാവ് ഒരു സാധനം കൈ പിടിച്ചുകൊണ്ട് പോകണം. അവനെ ചോദിച്ചു നോക്കാൻ തരുമെന്ന്. അവ ഇല്ലെന്ന് പറഞ്ഞ ആഴ്ച അവനെ കൊന്നിട്ട് നമുക്ക് ഇങ്ങ് എടുക്കാം. വേറെ ഓപ്ഷൻ ഇല്ല ആഴ്ച, എനിക്കത് വേണമായിരുന്നു. അവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, മാരിയാക്കി ചോദിച്ച്, അവൻ തന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ആഴ്ച. അപ്പോൾ ഒരു പിക്കാക്സ്, ഒരു സോഡും, പിന്നെ നമ്മുടെ ഫ്ലിന്റ് ആൻഡ് സ്റ്റീലും, ഒരു പഴയ ആർമർ സെറ്റും ഒരു ഷീൽഡൊക്കെ കൊണ്ടാണ് ഞാൻ പോകുന്നത്. എന്താവുമെന്ന് അറിഞ്ഞൂടാ. 4 ഫുഡാണുള്ളത്, 4 കോഡാണുള്ളത്. അതിനി എവിടം വരെ നിൽക്കുമെന്ന് അറിഞ്ഞൂടാ. ഒരു നെതർ ഫോർട്രസ് നമുക്ക് എങ്ങനെയും കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് എന്തായാലും ബിൽഡിംഗ് ടെറൈൻ ഗായ്സ് നെതറിൽ കയറി. അപ്പോൾ ഇതിൻ്റെ ഈ ഫോറസ്റ്റിൻ്റെ പേരെന്താണെന്തോ ഗായ്സ് ഞാൻ മറന്നുപോയി. ഏത് ക്രിംസണും വാർപ്പിടം അതങ്ങനെ ഉണ്ട്. ഇത് ക്രിംസൺ ആണെന്ന് തോന്നുന്നു. ഇത് ക്രിംസൺ ആയിരിക്കും. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻ്റ് ഇടാം. നമുക്കെന്തായാലും കുറച്ച് നെതറാ കാര്യങ്ങൾ എടുക്കണം. ഇതെന്തൊക്കെ സാധനം പുല്ല, ഇതൊക്കെ അങ്ങ് വെക്കാം. നമുക്ക് വെറുതെ ഇൻവെൻട്രി ഇട്ട് സ്ഥലം കളയണ്ട. ഇവിടെ നിന്ന് കുറച്ച് നെതറാ കാര്യങ്ങളൊക്കെ നമുക്ക് മൈൻഡ് ചെയ്ത് എടുക്കാം. ലാവലാവും അയ്യോ, തുടക്കം തന്നെ ആകെ മൂഞ്ചി പോയല്ലേ. ശിഷ്, കറക്റ്റ് ലാവുള്ള അവിടെ തന്നെ കുഴിച്ചെടുത്ത് കൊടുത്ത് മുകളിലോട്ടെങ്ങാനും ബിൽഡ് ചെയ്ത് സേഫായിട്ട് അങ്ങനെ നിൽക്കാം. ഫുള്ളും മറ്റേ പിഗലിൻസോ, അവരുടെ പേര് ഞാൻ മറന്നുപോയല്ലേ. എൻഡർമാൻ ഹോഗലിൻസോ എങ്ങനെ എന്തോ പേരാണ്, മറന്നുപോയി. പൈസ എന്നെ ആയും കളിയാക്കല്ലേ, എനിക്ക് പേരൊന്നും ഓർമ്മയില്ലാതെ. ഞാൻ 2-3 വർഷമായി നെതറിലേക്ക് കയറിയിട്ട്.
ഓക്കെ, അവിടെ ആയിട്ട് കുറേ പേരുണ്ട്. എനിക്കൊന്ന് അവന്മാരെ നമുക്ക് കൊന്ന ഫുഡ് കാര്യങ്ങൾ കിട്ടും. നമുക്ക് എന്തായാലും എങ്ങനെയാലും അവന്മാരൊന്ന് കൊല്ലണം. പക്ഷേ കൊല്ലണമെങ്കിൽ തന്നെ അവന്മാരെങ്ങനെയാലും തീയിലിട്ട് നമുക്ക് അടിച്ച് കൊല്ലണം. അല്ലെങ്കിൽ റോ മീറ്റായി കിട്ടും. റോ മീറ്റ് കിട്ടിയാൽ തന്നെ വീട്ടിൽ പോയി കുക്ക് ചെയ്യണം. പിന്നെ അത് മെനക്കേടാവും. ഇവിടെ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിൽ കോബിൾ സ്റ്റോൺ കാര്യങ്ങളൊന്നുമില്ല ഫർണസ് ഉണ്ടാക്കാനായിട്ട്. സോ ഈ ഏത് കുരുപ്പ് ഇത്? ഇവൻ കാര്യം പറയുമ്പോൾ എൻ്റെ ഇടയിൽ വന്ന് ചാവും, നീ തീ കിടന്ന് ചാവും. കുരുപ്പിനെയൊക്കെ ഇവർക്ക് നോക്കിക്കൂടെ ഇവരെ പേരൻസിന് പോകുമെന്ന്? ഞാൻ ചുമ്മാ അറിയാം. നിങ്ങൾ ഓക്കെ, ഒരുത്തനെ കൊന്നു, ഭാര്യയെ കൊന്നു, നീ ഇവനും കൂടെ ഉള്ളൂ. എന്ത് പേരൻസാണ് കാശ് ഇങ്ങനെ? നമുക്ക് കത്തിച്ചു കൊല്ലാൻ നോക്കാം എങ്ങനെയെങ്കിലും. അങ്ങനെ ഫുഡ് കൊള്ളാം, നന്നായിരിക്കണം. ചത്ത് 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 ഞാനും ചത്ത്, അവനും ചത്ത്. എൻ്റെ പൊന്നു, അവനാ കത്തിക്കാൻ നോക്കിയാണ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോകണം. സാധനം ഒന്നും തിരിച്ചിട്ടില്ലെന്നറിയാം, എങ്കിലും പെട്ടെന്ന് പോവാം. ഓക്കെ, കുറച്ച് ഡീപ് സ്ലെച്ച് എടുത്തോണ്ട് പോയാലോ? ഓക്കെ, ഡീപ് സ്ലെച്ച് കൂടെ എടുക്കാം. ഇത്ര ഉള്ളു ഐസ്. ഇതാണ് എൻ്റെ പാർക്കോർ. മാക്സിമം ഹാർട്ട് കുറയ്ക്കാതെ അവിടം വരെ എത്താമെന്ന് വിചാരിച്ചപ്പോൾ ചാടി ആദ്യമേ ഒരു 2 ഹാർട്ട് കളഞ്ഞു. ഓക്കെ, ഇതാണ് ഓക്കെ, ഇത് തന്നെ കേട്ടോ. ഇതുവഴി തന്നെ നമ്മൾ നേരത്തെ പോയ. ഈ ലാഭം ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. എൻ്റെ സാധനങ്ങൾ കാര്യങ്ങൾ. ഓ, കിട്ടി, സാധനം കിട്ടി. അവന്മാരെ അവിടെ ഉണ്ട്. കുറച്ച് നമുക്ക് മുകളിലോട്ട് നമുക്ക് കുറച്ച് ഐഡിയ ഉപയോഗിക്കാം ഗൈസ്. ഇഞ്ചോ പൊന്നോ, ഒരു ലാവ ബക്കറ്റ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു ഗൈസ്. ലാവ ബക്കറ്റ് ഉണ്ടാകുന്ന സുഖമായിട്ട് കൊല്ലായിരുന്നു. മുകളിലോട്ട് ബിൽഡ് ചെയ്ത് പോയിട്ട് ലാവ ഒഴിച്ചു കൊടുക്കണം മണ്ടേ കൂടെ വരാൻ. എന്നിട്ട് ലാവ എടുത്തിട്ട് അടിച്ചു കൊന്നു മതിയാ. നമുക്ക് ഫുഡ് നല്ല രീതിക്ക് ഈ നെതറിൽ നിന്ന് ഫാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. എന്തായാലും ഞാനൊരു ഫുഡ് ഫാം സെറ്റ് ചെയ്യോളാം നീ നെതറിൽ. ഒരു ലാവ ബക്കറ്റ്. ഇനി എനിക്ക് പോകാനും വയ്യ. ഇതാ വീണ്ടും വരണം. എന്നെ ഇടിച്ചിടലേ, ഞാൻ മുകളിൽ പോട്ട് കയറട്ടെ, മുകളിലോട്ട് കയറട്ടെ. ഇടിച്ചിടലേ, ഈ കുരുപ്പ് ഇടിച്ചിടലേ എന്നെ, മുകളിലോട്ട് കയറാം. ഓക്കെ, കയറി കയറാൻ സമ്മതിക്കല്ലേ മുകളിലോട്ട്. എന്താണ് കഷ്ടം ഇത്? ക്രിട്ടിക്കൽ ഹിറ്റ് അടിക്കാൻ താഴെ എത്തൂലല്ലേ, നോർമൽ അടിക്കണം. ഇനി ഇവിടെ നിന്നിട്ട് അവിടെ ഫ്രഞ്ച് ആൻഡ് സ്റ്റീൽ ഇടാൻ പറ്റൂലേ? അതിനും പറ്റണല്ലേ. ഇനി എന്തിന് പറ്റണത്? നെതറെ ഫുള്ള് പോക്കാണ്. നമുക്ക് ഈ ഒരു ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയല്ലേ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു നെതർ ഫോർട്രസ്. ഇവൻ അവിടെ നിന്ന് തന്നെ അടിക്കാൻ പറ്റുമോ? ഇവനെ കൊന്നേ കടിച്ചു. ഓക്കെ, അവനെ നമ്മളെ കൊന്ന് ഒരു ലെതർ കാര്യങ്ങൾ കിട്ടിയ കീപ്പനെ ഇനി. ഇവന് കിട്ടി. ഓക്കെ, അവൻ കത്തി താഴോട്ട് ചാടാം. ഓക്കെ, എന്തായാലും ഇനി കുറച്ചു നേരത്തേക്ക് നമ്മളൊന്നും ചെയ്യാൻ വരൂല. ഓക്കെ, നമുക്കെന്തായാലും നോക്കി. ഇവൻ എന്തിത്? ഇവന് കടിയാ? പോടാ ഒന്ന്. ഇവിടെ അമ്മയും അച്ഛനെയും കൊന്നു. ഇനി അവന് ചത്ത്. വളർന്ന് വലുതായി വല്ല ഇതിന് വരാതെ അവൻ എന്തേലും കാണിക്കണം. ഇപ്പോഴേ ചെറുതിൽ കിടന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഇനി നെതർ ഫോർട്രസിന് ഏത് മൂലയിൽ പോയി തപ്പുന്ന എനിക്കറിഞ്ഞൂടാ. വരുന്ന അടുത്ത് എന്തോന്ന് ഇത് കാണിക്കണം ഞാൻ സ്ക്രീനൊക്കെ മോള്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ പൊന്നോ, ഇത്രയ്ക്കും ഗതികെട്ടവ. ഞാൻ ഇനി പോണില്ല നെതറിൽ. മതിയായി. ഞാൻ കിടന്ന് ഉറങ്ങാം, മനസ്സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാം. ഉറങ്ങിയിട്ടൊന്ന് എണീച്ച് നിങ്ങൾക്ക് ഈ ഐലൻഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. അല്ലാതെ എനിക്ക് നടക്കണ കേസല്ല ഐസി നെതറൊക്കെ. നെതർ ഇനി കഷ്ടപ്പെട്ട് നെതർ ഫോട്ടോസ് വരെ പോയാലേ അവിടെ ഞാൻ ചാവും. എവിടെയാണെങ്കിലും ഞാൻ ചാവും. ഓക്കെ, അപ്പോൾ ഇനി ആ ഐലൻഡിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീറ്റ് ഫാം. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു ലെതറും പ്ലസ് ഫുഡ് ഫാം ഉണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് പ്രോഗ്രസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ലാമക്കുട്ടി. അപ്പോൾ ഇവൻ്റെ പേരാണ് ലാമക്കുട്ടി. ഓക്കെ, ഇവനെ നമുക്കൊരു ട്രേഡറിൻ്റെ നിന്ന് കിട്ടിയതാണ്.
പിന്നെ നമ്മളൊരു ഇവിടെ ഒരു ഫസ്റ്റ് ബ്ലോക്കിൻ്റെ മണ്ടലായിട്ട് ഒരു ക്യാമ്പ് ഫയർ കാര്യങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് അടിയിൽ ഒരു ഫർണസ് ഉണ്ട്. പിന്നെ ഒരു 4 ചെസ്റ്റ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. 4 വെച്ചാൽ 8 ചെസ്റ്റ് കാര്യങ്ങളുണ്ട്, ഓരോ ഇതിനും 2 വെച്ചിട്ട്. അപ്പോൾ അത് കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ നമ്മളിപ്പം പണിത നെതർ പോർട്ടൽ. പിന്നെ ഒരു ഐലൻഡ് വരുന്നതെന്ന് വെച്ചാൽ ഞാൻ ഫുള്ള് സർക്കിൾ ആക്കിയിട്ട് ഐലൻഡ്. ഓക്കെ, അപ്പോൾ അതായിരുന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ പുതിയതായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും